മൂലം, പൂരാടം, ഉത്രാടം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ മേടമാസം 1-ാം തീയതി ചൊവ്വാഴ്ച അഥവാ ഏപ്രിൽ 14-ാം തീയതി എന്ന് പറയുന്നത്. അതായത് ഈ മേടമാസപ്പിറവി എന്ന് പറയുന്നത് എല്ലാവരും തന്നെ മനസ്സിലെ പല ആഗ്രഹങ്ങളെയും നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയും ഒരു പുതിയ വർഷത്തിലേക്ക് കാൽവെപ്പ് നടത്തുന്ന സമയമാണ്. എന്നാൽ ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷകളും അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ പലർക്കും ഒട്ടനവധി മോശം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണ ഒരു സമയമായിട്ടാണ് ഇപ്പോഴും ജീവിതം അനുഭവപ്പെടുന്നത്. അതായത് ഇതിൽ പല ആളുകൾക്കും ജീവിതത്തിൽ നിരന്തരം കഷ്ടതകളാണ്. കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ചില സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ മേടമാസം 1-ാം തീയതി എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസമാണ്. കാരണം മേടം 1-ാം തീയതി തന്നെ ഈ 8 നക്ഷത്രക്കാർക്കും സിദ്ധിക്കുവാൻ പോകുന്നത് മാളവ്യ രാജയോഗമാണ്. അപ്പോൾ ഈ രാജയോഗം കൊണ്ട് മേടം 1-ാം തീയതി ചൊവ്വാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മേടമാസം 1-ാം തീയതി തന്നെ സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന 1-ാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മേടമാസം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില തിരുത്തിക്കുറിക്കലുകൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു മാസമായിരിക്കും. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഒരൽപ്പം പോലും മനസ്സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ലാത്ത തരത്തിലുള്ള ദുരിതപൂർണമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് നിങ്ങൾ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ പോലും അതിൽ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ഒട്ടനവധി പ്രതിസന്ധികൾ എപ്പോഴും അനുഭവിക്കേണ്ടി വരികയും ഒരു പുരോഗതിയും സന്തോഷവും കുടുംബത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ദയനീയമായ ഒരു അവസ്ഥയിലൂടെ കാലങ്ങളായി കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ തന്നെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതായത് കാര്യതടസ്സങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങൾക്കെല്ലാം എന്നാണ് ഒരു പരിഹാരമുണ്ടാവുക എന്ന് നിരന്തരം ചിന്തിച്ച് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന ഒട്ടനവധി വ്യക്തികളാണ് ഇപ്പോൾ ഈ അധ്യായം കാണുന്നത്. എന്നാൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം ഏത് രീതിയിലുള്ളതായിരുന്നാലും ഈ മേടമാസം 1-ാം തീയതി നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ചില അവിശ്വസനീയമായ കാര്യങ്ങളാണ്. ഇതിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക്
ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. അതായത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വേഗത്തിൽ മനസ്സിലാകണമെന്നില്ല. കാരണം പരമാവധി നിങ്ങളുടെ ഇല്ലായ്മകളെ മറ്റുള്ളവരെ അറിയിക്കാതെ മുന്നോട്ട് പോകുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലും ഉടനടി പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഏതോ വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്ര വലിയതായിരുന്നാലും ഈ മേടം 1-ാം തീയതി തന്നെ നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന മാളവ്യ രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് പോലും സ്വയം വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില ധനനേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എന്തൊക്കെയോ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയും എന്നാൽ അത് വിജയകരമായ ഒരു ഫലം നൽകുമോ എന്ന് മനസ്സുകൊണ്ട് ഭയക്കുകയും ചെയ്യുന്ന ഏതൊക്കെയോ ചില വ്യക്തികൾ ഉണ്ട്. എന്നാൽ ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മേടമാസത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവുകയും അതേപോലെ തന്നെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില സംരംഭങ്ങളിൽ നിന്ന് ഇരട്ടി ലാഭം കൊയ്യുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൈവരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ പോലും അറിയാതെ പരിഹരിക്കപ്പെടും എന്നതാണ് സത്യം. ഇനി ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ടും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുമുള്ള എന്തോ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുവാൻ കഴിയാതെ വല്ലാത്ത രീതിയിലുള്ള ഒരു ശ്വാസം മുട്ടൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി അനുഭവിക്കുകയും ആ ഒരു കാരണം കൊണ്ട് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മേടം 1-ാം തീയതി നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള ഒരു ദിവസമായിരിക്കും. കാരണം നിങ്ങൾ വളരെയേറെ ആഗ്രഹിച്ച തരത്തിലുള്ള ചില സന്തോഷകരമായ കാര്യങ്ങൾ ധനുരാശിക്കാരുടെ കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും സംഭവിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി ഈ മേടം 1-ാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് ധനുരാശിക്കാർക്ക് ഏറ്റവും കൂടുതലായി അനുഭവത്തിൽ വരുവാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പൂർത്തീകരണമായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലെ മറ്റുള്ള ചില കാര്യങ്ങളിലും നിങ്ങളെക്കൊണ്ട് പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കുവാനുള്ള യോഗമാണ് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മേടമാസത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ഇതിൽ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തടസ്സങ്ങൾ നാളുകളായി പരിശ്രമിച്ചിട്ടും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതായത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും സമ്പാദിക്കുന്ന പണം കൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി വളരെ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇതുവരെ പൂർത്തീകരണം കണ്ടിട്ടില്ല. എന്നാൽ ഈ മേടമാസം 1-ാം തീയതി നിങ്ങളിൽ തെളിയുന്ന രാജയോഗത്താൽ ചില ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സ്വന്തം വീട്, വാഹനം എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങളുടെ ജീവിത നിലവാരം വരെ മെച്ചപ്പെടുന്ന തരത്തിലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനും പോവുകയാണ്. ഇനി ഈ നേട്ടങ്ങൾക്കെല്ലാം പുറമെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ മേടം 1-ാം തീയതി ചൊവ്വാഴ്ച ധനുരാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയാണ്. ഇനി അടുത്തതായി
ഈ മേടമാസം 1-ാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് അവിശ്വസനീയമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മേടമാസം പിറക്കുന്നത് വരെയുള്ള സമയം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒട്ടനവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു സമയമായിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. അതായത് നിങ്ങളെക്കാൾ ദൗർഭാഗ്യം നിറഞ്ഞ ജീവിതം നയിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല എന്ന് വരെ മനസ്സിൽ ചിന്തിക്കേണ്ട തരത്തിലുള്ള കഷ്ടകാലങ്ങളാണ് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന പല തുലാം രാശിക്കാർക്കും ഉണ്ടായിരുന്നത്. കാരണം അത്രയധികം സാമ്പത്തിക പ്രതിസന്ധികളും ഓരോ ദിവസം ചെല്ലും തോറും കടബാധ്യതകൾ അധികരിച്ചു വരുന്ന തരത്തിലുള്ള ദുരവസ്ഥയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അവസാനം പരാജയത്തിലെത്തുന്നതിനാൽ തന്നെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും ധൈര്യത്തോടെ ചെയ്യുവാൻ ഭയം തോന്നിപ്പോകുന്ന തരത്തിലുള്ള ദുരവസ്ഥയിൽ വരെ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കിയിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, അതിൽ നിന്നെല്ലാം ഒരു മാറ്റം തുലാം രാശിക്കാർക്ക് കാണുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ മേടമാസ പിറവിയിൽ തന്നെ നിങ്ങളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത്. ഏറ്റവും പ്രധാനമായി ഈ മേടമാസം 1-ാം തീയതി ചൊവ്വാഴ്ച തന്നെ മാളവ്യ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്നതിനാൽ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് ഒട്ടനവധി മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് ഇന്ന് ഈ അധ്യായം കാണുന്ന ചില തുലാം രാശിക്കാർക്ക് കർമ്മമേഖല എന്ന് പറയുന്നത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് മടുപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒന്നായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം നിങ്ങൾ എത്രയൊക്കെ അധ്വാനിച്ചാലും നിങ്ങളുടെ അധ്വാനത്തിന് അവിടെ വിലയില്ലാത്ത സാഹചര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അധ്വാനിക്കുന്നതിന് വേണ്ടത്ര പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ കർമ്മമേഖലയിൽ ഒരു മാറ്റം വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്കും ഒപ്പം തന്നെ ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും കഠിനാധ്വാനം തുടർന്നുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്കും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് കാണുവാൻ കഴിയുന്ന സമയമാണ് ഇത്. അതായത് തുലാം രാശിയിൽ പിറന്ന വ്യക്തികളിലൂടെ നിങ്ങളുടെ കുടുംബം ഒരു പുരോഗതി കാണുകയും തുലാം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കൾക്ക് മക്കളുടെ ചില നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുവാനുള്ള യോഗവും ഈ മാളവ്യ രാജയോഗത്താൽ വന്നു ചേരും. ഇനി അതുപോലെ തന്നെ ഈ മേടം 1-ാം തീയതി പിറന്നു കഴിഞ്ഞാൽ പൊതുവെ തുലാം രാശിക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിജയകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഫലത്തിൽ വരുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായിട്ടും തുടക്കം കുറിക്കുവാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളെയും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് ഇത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് തുലാം രാശിക്കാരായിട്ടുള്ള ചില സ്ത്രീകളെ പറ്റിയാണ്. അതായത് ഏതൊക്കെയോ തുലാം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വന്തം കഴിവുകളെ പോലും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ മേടമാസത്തിൽ നിങ്ങൾക്ക് രാജയോഗം തെളിയുന്നതോടെ നിങ്ങളുടെ മനസ്സിൽ കിടന്നിരുന്ന ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുവാനും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില ആഗ്രഹങ്ങളെ പ്രാവർത്തികമാക്കുവാനുമുള്ള യോഗവും നിങ്ങളിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യവും
ഇതിൽ പ്രസക്തമാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്നത് ആരോഗ്യ പ്രതിസന്ധികൾ കൊണ്ടാണ്. അതായത് ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും ആരോഗ്യത്തോടെ ഒന്ന് നടക്കാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു എന്ന് മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ മേടമാസം പിറക്കുന്നതോടെ അത്തരത്തിൽ ആരോഗ്യ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ മറ്റുള്ള തുലാം രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ മേടം ഒന്ന് പിറക്കുമ്പോൾ നിങ്ങളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം എന്ന് പറയുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ദോഷകരമായ കാര്യങ്ങളെയും ഇല്ലാതാക്കുന്ന ഒന്നായിരിക്കും. ഇനി അടുത്തതായി ഈ മേടമാസം 1-ാം തീയതി ചൊവ്വാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് തന്നെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 3-ാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച അത്രയൊക്കെ ദുരിതം മറ്റാരും അനുഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. കാരണം എപ്പോഴും ജീവിതത്തിൽ ഇല്ലായ്മയും കടബാധ്യതകളും ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് പല വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയധികം ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്നത് എന്ത് ദോഷം നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് പോലും മനസ്സിലാകാത്ത തരത്തിലാണ് പലരും വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്ര വലിയ ദോഷങ്ങൾ ബാധിച്ചിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ മേടമാസം 1-ാം തീയതി പുലരുന്നതോടെ നിങ്ങളിൽ തെളിയുന്ന രാജയോഗത്താൽ പല വിധത്തിലുള്ള പോസിറ്റീവായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. ഇതിൽ ഏറ്റവും ആദ്യമായി ഈ മേടം 1-ാം തീയതി സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒട്ടനവധി ശുഭകാര്യങ്ങളാണ് കാണുന്നത്. ശുഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിവാഹം, വീട്, വാഹനം എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ നീങ്ങി വന്നു ചേരുകയും ആ തടസ്സങ്ങൾ നീങ്ങുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം ഇരട്ടിയാവുകയും ചെയ്യും. അതിനാൽ തന്നെ വിവാഹ തടസ്സങ്ങൾ കൊണ്ടും വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്നവർക്കും വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും അതിന് കഴിയാതിരുന്ന വ്യക്തികൾക്കുമെല്ലാം തന്നെ ഈ രാജയോഗം നിങ്ങളിൽ തെളിയുന്നതോടെ അതിനുള്ള സൗഭാഗ്യമാണ് കാണുന്നത്. ഇനി ജീവിതത്തിലെ നിങ്ങളുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സന്തോഷകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും എന്നതിന് പുറമെ തന്നെ വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മേടം 1-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ചില സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ദിവസം കൂടിയായിരിക്കും. എന്നാൽ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത തരത്തിലുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സ് പതറുന്ന അവസ്ഥയാണ് ഉള്ളത്. കാരണം തുഴഞ്ഞിട്ടും ലക്ഷ്യസ്ഥാനം കാണുവാൻ കഴിയാത്ത തരത്തിൽ മുങ്ങിപ്പോകുവാൻ തുടങ്ങുന്ന ഒരു തോണിയുടെ അവസ്ഥയിലാണ് ഇതിൽ പല വ്യക്തികൾക്കും. എന്നാൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ
എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ മേടം 1-ാം തീയതി തന്നെ നിങ്ങളിൽ തെളിയുവാൻ പോകുന്ന മാളവ്യ രാജയോഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന കാര്യം അച്ചിട്ടാണ്. ഇനി ഏറ്റവും പ്രധാനമായി ഈ രാജയോഗം തെളിയുന്ന സമയത്ത് ചില വൃശ്ചികം രാശിയിൽ പിറന്ന കുട്ടികൾക്കും മുതിർന്ന വ്യക്തികൾക്കുമെല്ലാം തന്നെ ചില പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നിങ്ങളുടെ സ്വന്തം കഴിവുകളെ തന്നെ കൂടുതൽ തിരിച്ചറിയുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വായത്തമാക്കുന്ന കഴിവുകൾ നിങ്ങളുടെ ഭാവിക്ക് വളരെ ഗുണകരമായി തന്നെ വരുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ രാജയോഗം തെളിയുന്നതോടെ വൃശ്ചികം രാശിയിൽ പിറന്ന മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തിപ്പെടുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് എല്ലാവിധത്തിലും വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ദോഷകരമായ കാര്യങ്ങളും ഇല്ലാതാവുന്നത് കാണുവാനും ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുവാനും പോകുന്ന സമയമാണ് ഈ മേടം 1-ാം തീയതി വന്നു ചേരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മേടമാസം 1-ാം തീയതി സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗത്താൽ ജീവിതം തന്നെ ഏറ്റവും നല്ല ഒരു രീതിയിലേക്ക് മാറുന്നത് കാണുവാനുള്ള ഭാഗ്യമാണ് തെളിയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.